ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus നോഡിൻ്റെ PUBG ഗെയിമിംഗ് റിവ്യൂ ആണ്. OnePlus നോഡ് പോലുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. PUBG വളരെ സ്മൂത്തായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും എന്നുള്ള എക്സ്പെക്റ്റേഷനൊക്കെ നമുക്ക് OnePlus നോഡിലുണ്ട്. OnePlus നോഡിൽ വരുന്നത് 765G ചിപ്സെറ്റാണ്. അപ്പോൾ നമുക്ക് ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ ഒരു ലെവലിലേക്ക് നമ്മുടെ ഗെയിമിങ്ങിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ 8GB RAM ഒക്കെ ഉള്ള ഒരു ഡിവൈസാണ് 765Gയുടെ ചിപ്സെറ്റും. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് തീർച്ചയായിട്ടും നമുക്ക് കിട്ടേണ്ടതാണ് OnePlus നോഡിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് OnePlus നോഡിൽ PUBG പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഗെയിം കളിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 85%, ടെമ്പറേച്ചർ 27.8 ഡിഗ്രി, നമ്മുടെ റൂം ടെമ്പറേച്ചർ 27 ഡിഗ്രിയാണ്. ആ ഒരു റൂം ടെമ്പറേച്ചറിലാണ് നമ്മളിപ്പോൾ ഗെയിം കളിക്കുന്നത്. OnePlus നോഡിൽ PUBG ഡിഫോൾട്ട് സെറ്റിങ്സ് വരുന്നത് HD ഗ്രാഫിക്സ് ഹൈ ഫ്രെയിം റേറ്റ് ലെവലാണ്. നമ്മൾ ബാലൻസ്ഡ് ഗ്രാഫിക്സ് ലെവലിൽ കളിക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം അൾട്രാ ഫ്രെയിം റേറ്റിൽ വരെ കളിക്കാനായിട്ട് സാധിക്കും. 6.44 ഇഞ്ചിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള ഡിസ്പ്ലേ ആണ് OnePlus നോഡിൽ വരുന്നത്. 90 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റുള്ള ഡിവൈസാണ് OnePlus നോഡ്. എന്തായാലും നമുക്ക് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും OnePlus നോഡിൽ ലഭിക്കുക. കാരണം നല്ല ഫ്ലൂയിഡ് Amoled ഡിസ്പ്ലേ ആണ് OnePlus നോഡിൽ വരുന്നത്. പിന്നെ ഓൾറെഡി 8GB RAM, 765G Snapdragon ചിപ്സെറ്റ് എല്ലാം കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടേണ്ടതാണ്. നമുക്ക് ഒരു നെഗറ്റീവ് നമുക്ക് പറയാനുള്ളത് ബാറ്ററി കപ്പാസിറ്റിയാണ്. ബാറ്ററി കപ്പാസിറ്റി OnePlus നോഡിൽ 4115 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുറേ നേരം കളിച്ച് കഴിഞ്ഞാൽ നന്നായി ഗെയിം കളിക്കുന്നവർക്കാണെങ്കിൽ കുറേ കഴിയുമ്പോൾ ഒന്ന് ചാർജ് ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. 30 വോട്ടിൻ്റെ ഫ്ലാഷ് ചാർജാണ് നമുക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് എടുത്ത് നമ്മൾ ഒന്ന് ചാർജ് ചെയ്യാനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫോൺ ചാർജ് ആവുന്നതാണ്. അപ്പോൾ ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ബാറ്ററിയുടെ പ്രശ്നം വരുള്ളൂ. പ്രത്യേകിച്ച് പുറമെയൊക്കെ പോയിട്ട് കളിക്കുമ്പോൾ. വീട്ടിൽ കളിക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കളിക്കാനുള്ള ഒരു ബാക്കപ്പ് കിട്ടും. നമുക്കിവിടെ PUBG വളരെ സ്മൂത്തായിട്ട് തന്നെ OnePlus നോഡിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കളിക്കുന്നത് HD ഗ്രാഫിക്സ് ലെവലിലാണ്. നമ്മൾ പക്ഷേ ബാലൻസ്ഡ് ഗ്രാഫിക്സ് ലെവലിൽ കളിക്കുകയാണെങ്കിൽ നമുക്ക് കുറേയും കൂടി നല്ല ഒരു പെർഫോമൻസിൽ, അതായത് അൾട്രാ ഫ്രെയിം റേറ്റിലിട്ട് കളിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. വളരെ നല്ല ഗെയിം ഓഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് OnePlus നോഡിൽ ലഭിക്കുന്നത്. അപ്പോൾ ഓവറോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് PUBG കളിക്കുമ്പോൾ നമുക്ക് OnePlus നോഡിൽ കിട്ടുന്നത്. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഗെയിം കളിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ ഹീറ്റിങ്ങിൻ്റെ കാര്യം വരികയാണെങ്കിൽ നമുക്ക് സാധാരണ ഒരു 27 ഡിഗ്രി റൂം ടെമ്പറേച്ചറിൽ കളിക്കുമ്പോൾ സാധാരണ നമ്മുടെ ഡിവൈസുകളിലൊക്കെ കാണുന്ന ഒരു ഹീറ്റിംഗ്, അതായത് ഒരു 39-40 ആ ഒരു ഹീറ്റിംഗ് എന്തായാലും നമ്മളിതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കെന്തായാലും ഗെയിം കളിച്ച് അവസാനം നമുക്ക് ആ ഒരു ഡിവൈസിൻ്റെ ഹീറ്റിംഗ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും PUBG കളിക്കുന്നവർക്ക് ഒരു പ്രൈസ് എന്ന ഫാക്ടർ മാത്രമായിരിക്കും ഈ ഒരു OnePlus നോഡ് എടുക്കുമ്പോൾ ഫാക്ടർ ആവുന്നത്. കാരണം നല്ല സ്മൂത്തായിട്ട് തന്നെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 765G നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ചിപ്സെറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ 8GB RAM ആണ് നമുക്ക് 28,000 രൂപയ്ക്ക് ലഭിക്കുന്നത്. പക്ഷേ നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2,000 രൂപ ബഡ്ജറ്റ് വേരിയേഷനിൽ നമുക്ക് 12GB RAM ഡിവൈസ് ലഭിക്കുന്നുണ്ട്. അതിന് 30,000 രൂപയാണ് വരുന്നുള്ളൂ. അപ്പം ആ ഒരു പ്രൈസ്, അതായത് ഒരു 30,000 രൂപയ്ക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഫോൺ എടുത്ത് ഗെയിം കളിക്കുക, അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമുള്ള ഫാക്ടർ മാത്രമേ നമുക്ക് ഗെയിമേഴ്സിന് ഈ ഒരു ഡിവൈസ് എടുക്കുമ്പോൾ ഉള്ളൂ. അതല്ലാതെ ഗെയിം കളിക്കുമ്പോൾ പ്രത്യേക രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഒന്നും നമുക്ക് കാര്യമായിട്ട്
കാണാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് വളരെ നോർമലായിട്ട് തന്നെ OnePlus നോഡിൽ ഗെയിം കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ OnePlusൻ്റെ ഒരു പ്രൈസിങ് കുറച്ച് കൂടി പോയെങ്കിലും നമുക്ക് OnePlus ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിവൈസ് ഒരു 3-4 കൊല്ലം കഴിഞ്ഞാലും ഈ ഒരു പെർഫോമൻസ് നമ്മൾ ഗെയിം കളിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ജനറലി യൂസ് ചെയ്യാനല്ല, നമ്മൾ ഗെയിം കളിക്കുകയാണെങ്കിലും ഈ ഒരു പെർഫോമൻസ് ലെവൽ നമുക്ക് കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അത് OnePlus ആയതുകൊണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന മറ്റ് ഡിവൈസുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിവോ X50 കുറച്ചും കൂടി പ്രൈസ്ഡ് ആണ്. അതുപോലെ തന്നെ ഓപ്പോ Reno 4 അതിലൊക്കെ 720, 730 പ്രോസസ്സറുകളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൈസും കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. 35 രൂപയ്ക്കാണ് ആ ഡിവൈസുകൾക്ക് വരുന്നത്. പിന്നെ നമുക്ക് കോമ്പീറ്റ് ചെയ്യാവുന്നത് K20 Pro ആണ്. പക്ഷേ K20 Proയിൽ 855 ചിപ്സെറ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരുവിധം നല്ല പെർഫോമൻസ് തന്നെയാണ് കമ്പയർ ചെയ്യുമ്പോൾ OnePlus നോഡിൽ ലഭിക്കുന്നത്. പിന്നെ നമുക്ക് OnePlus നോഡിൽ ഈ ഒരു പെർഫോമൻസ് അതിൻ്റെ മാക്സിമം ലൈഫ് ടൈമിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഒരു 4 to 5 ഇയേഴ്സ് വരെ നമുക്ക് എന്തായാലും OnePlus നോഡിൻ്റെ ആ ഒരു പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ഡിവൈസ് റേഞ്ചിൻ്റെ അടുത്ത് നിൽക്കുന്ന മറ്റ് ഡിവൈസുകൾ, റിയൽമിയുടെ ഡിവൈസുകൾ നോക്കുകയാണെങ്കിൽ റിയൽമി X3 അതുപോലെ തന്നെ റിയൽമി X2 Pro എന്ന ഡിവൈസുകളൊക്കെയാണ്. അത് ഓക്കെ, അതിലും നല്ല ഗെയിമിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല വാല്യൂ ഫോർ മണിയാണ്. പക്ഷേ എന്നിരുന്നാലും OnePlus നോഡിൻ്റെ ആ ഒരു നമ്മൾ ഫ്യൂച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ കൂടി നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പെർഫോമൻസ് ആ ഡിവൈസുകൾ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ OnePlus നോഡിൽ എന്തായാലും കിട്ടും. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 75%, ടെമ്പറേച്ചർ 39.1 ഡിഗ്രി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10% ചാർജ് ഈ ഒരു അരമണിക്കൂർ ഗെയിം കളിച്ചപ്പോൾ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അതുപോലെ ടെമ്പറേച്ചർ 39.1 ഡിഗ്രി. അപ്പോൾ ബാറ്ററി കൺസംഷൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ചെറിയൊരു നെഗറ്റീവ് ഫീൽ ചെയ്തിട്ടുള്ളൂ. കാരണം കപ്പാസിറ്റി 4115 mAh മാത്രമാണുള്ളത്. ടെമ്പറേച്ചർ സാധാരണ ഡിവൈസുകളിൽ കാണുന്നത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.